വെൽക്കം ടു ഡേ 70 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച്. ഓ മൈ ഗോഡ്, 5 ദിവസവും കൂടി ഉള്ളൂ അല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് വളരെ പേടിയോടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാലഞ്ചായിരുന്നു. ദേ ഇപ്പം അതിൻ്റെ പൂർണ്ണ സമാപ്തിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറയാം. അയ്യോ, എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ അകത്ത് വോയിസ് ഓവർ ചെയ്യണോ എന്താ ചെയ്യണമെന്ന് അറിയില്ല. എനിവേസ് നമ്മൾ മോർണിംഗ് റുട്ടീനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എന്തായാലും ജിമ്മിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് ട്രൈസും ബൈസും ആൻഡ് ഓൾസോ ആപ്സ് ആണ് കേട്ടോ. സോ നമ്മൾ ഫ്രണ്ട് റൈസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ക്രഞ്ചസ് പലവിധം ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഷോൾഡർ പ്രസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്രോസ് ക്രഞ്ചസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ലാറ്ററൽ റൈസ് ആണ്. അതിനുശേഷം നമ്മൾ ചെയ്തത് 3D ഡെലോയിഡ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 60% ട്രൈസ് ആൻഡ് ബൈസും ആൻഡ് 40% ആപ്സുമായിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്തത്. അതിനുശേഷം ഷോൾഡറൊക്കെ ഒന്നും കൂടി റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വീട്ടിലെത്തി ആൻഡ് ഓൾസോ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് കഴിച്ചു. കുളിച്ചതിന് ശേഷം ഇതാണ് നമ്മളുടെ ലഞ്ച്. മീൻ കറി, കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ പയർ മെഴുക്ക് പുരട്ടി, ചോറ്. ഓക്കെ, അതൊക്കെ കഴിച്ചതിന് ശേഷം കിരൺ ഒരു ഇച്ചിരി സാലഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ സാലഡ്. അപ്പോൾ അതിൻ്റെ അന്ന് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കുമല്ലോ. അപ്പോൾ ഞാൻ അതും കൂടി കുറച്ച് കഴിച്ചു. അതിനുശേഷം എനിക്ക് നല്ലോണം എഡിറ്റിംഗ് പണികളുണ്ടായിരുന്നു. ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് ഭയങ്കര ഒരു ലേസി റുട്ടീനായിരുന്നു. പിന്നെ അമ്മ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ലോ ഓയിൽ, വളരെ ലെസ് ഓയിലിനകത്ത് ഉണ്ടാക്കി തന്നൊരു ബീഫ് കട്ട്ലറ്റാണ്. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കോൾഡ് കോഫി കുടിച്ചു. കാര്യം ഇവിടെ തണുപ്പാണ്, പക്ഷേ ഞാൻ കോൾഡ് കോഫി കുടിച്ചു. ഉണ്ണിക്കുട്ടിക്കും ടേസ്റ്റ് വേഗം കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ വാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വാവനെ കളിക്കാൻ കൊണ്ടുപോലും എൻ്റെ വാക്കിംഗ് കൂടി ഞാൻ ഒരുമിച്ച് 1 hour കൊണ്ട് കഴിഞ്ഞു. പിന്നെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാനും കിരണും കൂടി അമ്പലത്തിൽ പോകേണ്ടി ഇറങ്ങുവാണ്. ഇതാണ് എൻ്റെ പുതിയ കുർത്ത. അപ്പോൾ ഞങ്ങൾ തേഴ്സ്ഡേ ആയതുകൊണ്ട് അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയി ആരതിയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് നമുക്ക് അന്നദാനത്തിന് പ്രസാദം ഉണ്ടാകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് കഴിച്ചു. പിന്നെ കിരൺ ഇവിടെ നിന്ന് പ്രസാദം തികയാറില്ല, ബിക്കോസ് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കിരണ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും കയറി. പക്ഷേ ഞാൻ ഒരു ചായ മാത്രം കുടിച്ചുള്ളൂ. പിന്നെ വീട്ടിൽ വന്നു, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതി. ആൻഡ് ദിസ് ഇസ് മൈ ഡേ 70. ഓ മൈ ഗോഡ്, ആൻഡ് ദിസ് ഇസ് മൈ പ്രോഗ്രസ് വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.